സ്റ്റോറേജ്. ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ PS5 സ്റ്റോറേജ് 1.84 TB ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാൻ കുറേ ഗെയിമുകൾ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് ഫാർ ക്രൈ, അപ്പം കുറേ ഗെയിമുകൾ നമുക്കിതിൽ കാണാം. മോർട്ടൽ കോമ്പാക്ട്, ഹൊറൈസൺ, ഇതെല്ലാം ഞാൻ അൺലിമിറ്റഡ് ആയത് കുറേ ഗെയിമുകളുണ്ടല്ലോ ഇതിനകത്ത്, ഇഷ്ടം പോലെ ഗെയിമുകൾ. നമുക്ക് PS5 സ്റ്റോറേജിൽ ഇതൊന്നും ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റത്തില്ല. ഹേ ഗൈസ്, വെൽക്കം ടു സൈബർ ടെക് ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ PS5 ഡിവൈസിൽ PS5 സ്ലിം ആയിക്കോട്ടെ, PS5ൻ്റെ പഴയ മോഡലായിക്കോട്ടെ, ഏതായാലും ഡ്രൈവുള്ള മോഡലായിക്കോട്ടെ, ഡിജിറ്റൽ ആയിക്കോട്ടെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹാർഡ് ഡിസ്ക്, അതൊരു പോർട്ടബിൾ ഹാർഡ് ഡിസ്ക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതൊരു 2.5 സൈസുള്ളതോ ആണോ 3.5 സൈസോ ആയിക്കോട്ടെ, ഏതാണെങ്കിലും നമ്മൾ ഇന്നൊരു എക്സ്റ്റൻഡ് ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് നമ്മൾ PS5 കണക്ട് ചെയ്ത് സ്റ്റോറേജ് എക്സ്പാൻഷൻ ചെയ്യാൻ പോവാണ്. എക്സ്പാൻഷൻ ചെയ്ത് ഗെയിമുകൾ നമ്മൾ ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. സോ എൻ്റെ TV ഞാനിപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഹാർഡ് ഡിസ്ക് നമ്മുടെ PS5 ഇരിപ്പുണ്ട്, റൈറ്റ് ഓവർ ഹിയർ PS5 ഇരിപ്പുണ്ട്. PS5 കണക്ട് ചെയ്ത് നമ്മൾ എങ്ങനെ ഈ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്ത് നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. TV ബോട്ട് ചെയ്യാണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സീ. ഓക്കെ, PS5 സ്ലീപ്പ് മോഡിലാണ്. ലെറ്റ് മീ സ്റ്റാർട്ട് ഇറ്റ്. ചെയ്ത് നോക്കാം. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്റ്റോറേജ് നമുക്കിവിടെ ഒന്ന് നോക്കാം. സ്റ്റോറേജ് സെറ്റിങ്സിൽ പോയിട്ട് സ്റ്റോറേജ് നമുക്ക് താഴോട്ട് വരാം. ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് നോക്കുമ്പം കാണാം നമുക്ക് കൺസോൾ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് USB എക്സ്റ്റെൻഡ് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്കിവിടെ കണ്ടില്ലേ, യൂസ് എ USB ഡ്രൈവ് formatted as USB extended storage and move your games there to free up space in console storage. PS5 കൺസോളിൽ നമുക്ക് 600 GB 600 or 600 സംതിങ് GB ആണ് നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഹോൾ PS5 ഗെയിം ആണെങ്കിലും PS4 ഗെയിം ആണെങ്കിലും എന്ത് ഡൗൺലോഡ് ചെയ്യണമെങ്കിലും നമുക്ക് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിലും അതല്ല നമ്മുടെ ഡിസ്ക് കണക്ട് ചെയ്ത് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കൺസോൾ സ്റ്റോറേജ് മാത്രമേ നമുക്കുള്ളത് അറൗണ്ട് 600 GB ആണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ GTA പോലുള്ള ഗെയിമുകൾക്ക് പോലും അറൗണ്ട് 100 GB സൈസ് ഉണ്ട് PS5 ഗെയിം ആണെങ്കിൽ. അപ്പോൾ അതുപോലെ പല ഗെയിമുകൾക്കും അറൗണ്ട് 50 GB or 500 GB ലൈക്ക് 100 GB ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും 600 GB നമുക്ക് പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ നമ്മളൊരു സൊല്യൂഷനാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്കൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്ത് നമുക്ക് എങ്ങനെ നമ്മുടെ PS4 ഗെയിം നമ്മുടെ CD എന്നുള്ള ഗെയിംസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഗെയിം ആണെങ്കിലും എങ്ങനെ നമുക്കൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ മൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഹാർഡ് ഡിസ്ക് നമ്മുടെ PS5 നമുക്ക് കണക്ട് ചെയ്യാം. PS5 കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ടിലൊരു പോർട്ടുണ്ട്. ബട്ട് നമ്മളിത് ബാക്കിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഫ്രണ്ടിൽ ഞാൻ കണക്ട് ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെ. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു USB പോർട്ടുണ്ട്, നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. യെസ്, സ്റ്റാർട്ടായിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തു. USB ഡ്രൈവ് ഫയൽ സിസ്റ്റം ഈസ് ഇൻ സപ്പോർട്ടഡ്. നമ്മുടെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുമ്പം നമ്മൾ എവിടെ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സ് പോവുക. സെറ്റിങ്സിൽ പോയിട്ട് സ്റ്റോറേജ് ഉണ്ടല്ലേ, സ്റ്റോറേജിൽ വരുമ്പം തന്നെ നമുക്ക് കൺസോൾ സ്റ്റോറേജും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റൻഡ് സ്റ്റോറേജ് USB എക്സ്റ്റൻഡ് സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ വരുമ്പം നമ്മൾ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്ത ഉടനെ നമുക്ക് കാണാം യൂസ് എ USB ഡ്രൈവ് formatted as USB extended storage and move your games to free up the space in console storage. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടുന്നത് ഫോമാറ്റ് നമുക്ക് അടുത്ത് നെക്സ്റ്റ് കൊടുത്തിട്ട് ഫോമാറ്റ് ആസ് USB extended storage കൊടുക്കാം. എന്നിട്ട് അടുത്ത ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ എന്തെങ്കിലും ഡാറ്റ, നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റയോ അതല്ലാതെ എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ ടു സേവ് ഇറ്റ് സംവെയർ എൽസ്. എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് ഫുള്ള് നമ്മുടെ ഡാറ്റ ഫോമാറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ ഡാറ്റ മേക്ക് ഷുവർ ടു മൂവ് ഇറ്റ്. നമ്മൾ എന്തായാലും നമ്മുടെ ഡാറ്റ
നമ്മളൊന്ന് സേവ് ചെയ്യാൻ നോക്കുക, എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക, അതിനുശേഷം മാത്രം ക്ലൗഡിലോ എവിടെയെങ്കിലും സേവ് ചെയ്തിട്ട് നമുക്കിത് ഫോർമാറ്റ് ചെയ്യാം. യെസ് കൊടുക്കുമ്പം ഫോർമാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കാം, ദ USB ഡ്രൈവ് ഹാസ് ബീൻ ഫോർമാറ്റഡ് ആസ് USB എക്സ്റ്റൻഡഡ് സ്റ്റോറേജ്. അപ്പം PS4 ഗെയിംസ് ആൻഡ് ആപ്സ് വിൽ നൗ ബി ഇൻസ്റ്റാൾഡ് ടു എക്സ്റ്റൻഡഡ് സ്റ്റോറേജ്. ടു ചേഞ്ച് where PS5 games and apps are installed, go to settings, storage, install location and PS4 games app. That means ഇപ്പോൾ ഇത് എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മുതൽ നമ്മൾ ഈ ഒരു ഫോർമാറ്റ് ചെയ്ത് എക്സ്റ്റൻഡ് സ്റ്റോറേജ് ആക്കി മാറ്റി ഹാർഡ് ഡിസ്കിനെ, ഇനി മുതൽ എല്ലാ PS4 ഗെയിംസും നമ്മൾ ഡിജിറ്റൽ ഡൗൺലോഡ് ചെയ്യുന്നത്, നമ്മുടെ PS സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഗെയിം ആണെങ്കിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഗെയിം ആണെങ്കിലും ഒരു PS4 ഗെയിം നമ്മൾ ഇനി ഇടുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഹാർഡ് ഡിസ്കിലോട്ടാണ് ഇനി പോകുന്നത്. ഒരിക്കലും നമ്മുടെ കൺസോൾ സ്റ്റോറേജിലോട്ട് സേവ് ആവത്തില്ല. അതിപ്പോൾ ക്ലിയർ ആയില്ലേ? കൺസോൾ സ്റ്റോറേജിൽ പോവില്ല, ഇൻസ്റ്റഡ് നമുക്കത് USB സ്റ്റോറേജിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്കത് ടെസ്റ്റ് അടിച്ച് നോക്കാം. അത് ഫോർ എക്സാമ്പിൾ നമുക്ക് പ്ലേ സ്റ്റോറിൻ്റെ എനിക്കിപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഇതിൽ വന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഗെയിം ബെൻടൺ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്, ഏകദേശം 2 GB സംതിങ് ഉണ്ട്. നമുക്കതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇതൊരു PS4 ഗെയിമാണ്. ഇപ്പോൾ ഇത് ഡീഫോൾട്ടായിട്ട് നിങ്ങളുടെ PS5 ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ കൺസോൾ സ്റ്റോറേജിലോട്ടായിരിക്കും ഡൗൺലോഡ് ആവുന്നത്. അപ്പോൾ ഇത് എങ്ങോട്ടാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി ഒരു എക്സ്റ്റൻഡഡ് ഡ്രൈവ് ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി ബെൻടൺ ഓൾറെഡി ഡൗൺലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് ആണ് കാണിക്കുന്നത്. ഇതായിക്കോട്ടെ, പക്ഷെ നമുക്ക് ഓൾറെഡി ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇത് ഓൾറെഡി നമ്മുടെ ഹാർഡ് ഡിസ്കിൽ കാണിക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നോക്കാം. നമുക്കതിന് റൈറ്റ് സൈഡിലോട്ട് പോയിട്ട് ഗെയിം ലൈബ്രറി എടുക്കാം. അവിടുന്ന് ആദ്യം ഗെയിം ലൈബ്രറി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് കൺസോൾ സ്റ്റോറേജ് ആൻഡ് ഗെയിംസ് ആണ്. തൊട്ട് താഴെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം USB എക്സ്റ്റൻഡഡ് സ്റ്റോറേജിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബെൻടൺ ഇൻസ്റ്റാൾ ആവുന്നത് കാണാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഹാർഡ് ഡിസ്ക്, നമ്മൾ എക്സ്റ്റൻഡഡ് ഹാർഡ് ഡിസ്ക് നമുക്ക് PS5 ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിപ്പം ഏത് പഴയ ഹാർഡ് ഡിസ്ക് ആയിക്കോട്ടെ, ഒരു പോർട്ടബിൾ ഹാർഡ് ഡിസ്ക് ആയാലും മതി. നമുക്ക് പഴയ 3.5 SATA ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ കണക്ടറൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ബട്ട് ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ജസ്റ്റ് USB കണക്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട്, നമുക്ക് PS5 ഗെയിം നമുക്ക് ഹാർഡ് ഡിസ്കിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരിക്കും അല്ലേ? യെസ്, നമുക്ക് PS5 ഗെയിം ഹാർഡ് ഡിസ്കിലോട്ട് മൂവ് ചെയ്യാം. ബട്ട് ഒരു ക്യാച്ച് ഉണ്ട്, നമുക്ക് ഒരിക്കലും PS5 ഗെയിം നമുക്ക് ഹാർഡ് ഡിസ്ക് വെച്ച് തന്നെ കളിക്കാൻ പറ്റത്തില്ല. ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വെച്ച് കളിക്കാൻ പറ്റില്ല. നമുക്ക് കോപ്പി ചെയ്ത് PS5 ഗെയിംസ് എല്ലാം ഹാർഡ് ഡിസ്കിലോട്ട് വെറുതെ സ്റ്റോർ ചെയ്ത് വെക്കാം. എപ്പോഴെപ്പോഴും ഡൗൺലോഡ് ചെയ്യണ്ടല്ലോ, നമുക്ക് നെറ്റിൽ നിന്നോ അല്ലെങ്കിൽ കോപ്പി ചെയ്ത് വെക്കാം. നമുക്ക് കളിക്കേണ്ട സമയമാകുമ്പോൾ തിരിച്ച് ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് തിരിച്ച് നമ്മൾ കോപ്പി ചെയ്ത് നമ്മൾ നമ്മുടെ കൺസോൾ സ്റ്റോറേജിലോട്ട് മാറ്റേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമാണ് PS5 ഗെയിംസിനുള്ളത്. PS4 ഗെയിംസിന് ഒരു കുഴപ്പമില്ല, നമുക്ക് എവിടെ ആണെങ്കിലും കൺസോൾ സ്റ്റോറേജ് ആണെങ്കിലും കളിക്കാൻ പറ്റും, എക്സ്റ്റൻഡ് സ്റ്റോറേജ് ആണെങ്കിലും കളിക്കാൻ പറ്റും. നമുക്ക് നോക്കാം PS5 ഗെയിംസ് നമുക്ക് എങ്ങനെ നമുക്കൊരു ഹാർഡ് ഡിസ്കിലോട്ട് മൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് സെറ്റിങ്സിൽ വരാം. സ്റ്റോറേജ്, എക്സ്റ്റൻഡഡ് സ്റ്റോറേജ്, തൊട്ട് താഴെ നമുക്ക് ഇൻസ്റ്റാൾ ലൊക്കേഷൻ, നമുക്ക് തിരിച്ച് സ്റ്റോറേജ് വരാം. സ്റ്റോറേജ്, കൺസോൾ സ്റ്റോറേജ്, ഗെയിംസ് ആൻഡ് ആപ്സ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് PS5 ഗെയിം ആണല്ലോ. അപ്പോൾ നമുക്ക് PS5 ഗെയിംസ് ഓപ്പൺ ചെയ്യാം. കൺസോൾ സ്റ്റോറേജിലാണ് PS5 ഗെയിംസ് ഉള്ളത്. നമുക്കൊരു ചെറിയ ഗെയിം നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ സെലക്ട് ഐറ്റംസ് ടു മൂവ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ റോഡ് 696 എന്ന് നോക്കാം, മൂവ് ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഇത് പറയുന്നുണ്ടോ, ദ ഐറ്റം യു സെലക്ടഡ് വിൽ ബി മൂവ് ടു USB എക്സ്റ്റൻഡഡ് സ്റ്റോറേജ്. അപ്പം ടു പ്ലേ PS5 ഗെയിംസ് ദാറ്റ് ആർ ഇൻ USB എക്സ്റ്റൻഡഡ് സ്റ്റോറേജ്, കോപ്പി ദം ബാക്ക് ടു കൺസോൾ സ്റ്റോറേജ് ഓർ എനി അതർ SSD എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇത് എക്സ്റ്റൻഡഡ് സ്റ്റോറേജ് വെച്ച് കളിക്കാൻ പറ്റത്തില്ല. തിരിച്ച് നമ്മൾ കോപ്പി ചെയ്ത് കൺസോൾ സ്റ്റോറേജിലോട്ട് മാറ്റേണ്ടി വരും കളിക്കാനായിട്ട്. അപ്പോൾ അതാണൊരു ക്യാച്ച് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെഡ്. ബൈ.